ചെറിയ സംശയം, 1,71,000 ആണോ വലുത്, 1,43,000 ആണോ വലുത്? 1,43,000 ആണ് വലുതെങ്കിൽ ശ്രീ പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുത്ത സർക്കാർ. 1,71,000 ആണ് വലിയ നമ്പരെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ നടന്ന അനധികൃത നിയമനത്തിന്റെ കണക്കെടുത്താൽ പട്ടിക 13,000 കടക്കും. ബന്ധുത്വവും കോഴപ്പണവുമായിരുന്നു അക്കാലത്ത് നിയമനത്തിനുള്ള ഏക മാനദണ്ഡം. അങ്ങനെ ഉന്നത പദവി ലഭിച്ചവരിൽ ചെന്നിത്തലയുടെ അനുജനും ഉമ്മൻചാണ്ടിയുടെ അടുത്ത ബന്ധുക്കളും ഉൾപ്പെടുന്നു. ഉമ്മൻചാണ്ടിയുടെ അമ്മായിയുടെ മകനെ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ ചെയർമാനാക്കി. ചെന്നിത്തലയുടെ അനുജന് കേരള ഫീഡ്സ് എംഡി സ്ഥാനവും നൽകി. പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന കാർത്തികന്റെ ഭാര്യയെ സർവ്വവിജ്ഞാനകോശം ഡയറക്ടറാക്കി. മന്ത്രി അനൂപ് ജേക്കബിന്റെ ഭാര്യയെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായും സഹോദരിയെ IT ഇൻഫ്രാസ്ട്രക്ചറിൽ ഉന്നത പദവിയിലും നിയമിച്ചു. അവസാന കാലത്തെ മന്ത്രിസഭാ യോഗങ്ങളിൽ പോലും നൂറുകണക്കിന് സ്വന്തക്കാരെ സ്ഥിരപ്പെടുത്തി. മന്ത്രി VS ശിവകുമാറിന്റെ അനുജനെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിച്ചു. മന്ത്രി KC ജോസഫിന്റെ PA അനന്തരവന് നോർക്കയിൽ ഉന്നത നിയമനം നൽകി. മന്ത്രി K ബാബുവിന്റെ PROയ്ക്ക് സർക്കാർ സെക്രട്ടറിക്ക് സമാനമായ തസ്തികയിൽ രാജീവ് ഗാന്ധി സെന്റർ ഫോർ കരിയർ ഗൈഡൻസിൽ ഡയറക്ടറായി നിയമനം നൽകി. വകുപ്പ് മേധാവികളുടെ എതിർപ്പ് മറികടന്നായിരുന്നു ഈ ഉന്നത നിയമനം. MMSന്റെയും തമ്പാനു രവിയുടെയും അടുത്ത ബന്ധുക്കളെ സീറ്റിൽ തിരികെ കയറ്റി. കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറാക്കിയത് UDF സ്ഥാനാർത്ഥിയായിരുന്ന ഖാദർ മങ്ങാടിനെയാണ്. മെരിറ്റും സംവരണവും പാലിക്കാതെ ദില്ലി കേരള ഹൌസിൽ 3 വർഷം മാത്രം സർവീസ് ഉണ്ടായിരുന്ന 40 പേരെയാണ് ഉമ്മൻചാണ്ടി സ്ഥിരപ്പെടുത്തിയത്. UDF സർക്കാരിന്റെ അവസാന കാലത്ത് സ്ഥിരപ്പെടുത്തിയത് 1000-ലേറെ പേരെയാണ്. കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ച് പിൻവാതിൽ നിയമനത്തിന്റെ പെരുമഴ തീർത്തവരാണ്